ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ പുതിയ വർഷം സ്റ്റാർട്ടായി 2026. പല ആളുകളും 31 ഡിസംബറിന് പല റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. നിങ്ങൾ റെസൊല്യൂഷൻസ് എടുക്കുന്ന ആളാണോ? എങ്കിൽ ഇത്തവണ ചെറിയൊരു മാറ്റം നടത്തി നോക്കൂ. നിങ്ങൾ ഇപ്പം തന്നെ ആലോചിക്കുക, നിങ്ങൾക്ക് എന്താണ് അടുത്ത വർഷം അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്തുക. SWOT അനാലിസിസ് ആണ് നിങ്ങൾ നടത്തേണ്ടത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രെങ്ത്, എന്തൊക്കെ വീക്ക്നെസ്സസ് ഉണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ, അതിന് നേടാൻ വേണ്ടി എന്തൊക്കെ ത്രെഡ്സ് ഉണ്ട്. ചിലപ്പോൾ ചെറിയ വീക്ക്നെസ്സുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് സ്ട്രെങ്തൻ ആക്കി കൊണ്ടുവരുമ്പോൾ ഈ ത്രെഡ്സ് താനേ താഴെ പോകും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു മാച്ചിങ്. നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു അനാലിസിസ് നടത്തിയിട്ട് എടുക്കുന്ന റെസൊല്യൂഷൻസ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും. അത് എന്തും ആവട്ടെ, ഹെൽത്ത് ആവാം, പ്രൊഫഷൻ ആവാം, കരിയർ ആവാം, ഫൈനാൻസ് ആവാം. എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് തുടങ്ങും എന്താണ് അടുത്ത വർഷത്തേക്കുള്ള റെസൊല്യൂഷൻസ് എന്ന്. അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസ് അടുത്തൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്ത് നിങ്ങൾ കൃത്യമായ പ്ലാനോടുകൂടി 2026 റെസൊല്യൂഷൻസ് തുടങ്ങുക. See you with more learnings.